സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഒരുപാട് ക്രൈസിസുകൾ പക്ഷെ നമ്മുടെ ലൈഫിൽ വന്നേക്കാം ഈ ഒരു ജേർണിയിൽ. ഒരുപാട് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് ക്രൈസിസ് ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഈ ഒരു പീരീഡിലാണ്. പക്ഷേ അത്തരം നഷ്ടങ്ങൾ സത്യമായിട്ട് നമ്മൾ ഡൗൺ ആക്കി കളയും. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു വരേണ്ടതാണ്. കാരണം അങ്ങനെ നമ്മൾ ഇതൊരു ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ കോമ്പറ്റേറ്റീവ് വേൾഡിൽ അങ്ങനെ നമുക്ക് ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പരമാവധി ലെക്ചേഴ്സ് കാണുക, ആ ലെക്ചേഴ്സ് ഒന്ന് പഠിക്കുക, അതിനുശേഷം അതിനെ ടെസ്റ്റ് എടുക്കുക. ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്യാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ വരുത്താൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ചിട്ട് ആ കറക്ഷൻ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ മോട്ടിവേഷൻ തന്നെ നമുക്ക് ഡൗൺ ആയി പോകുന്ന ചില മൊമെന്റ്സ് ഉണ്ടാകും. ചില റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര വരാത്ത സിറ്റുവേഷൻ ഉണ്ട്. നമ്മളെ മോട്ടിവേഷൻ ഇപ്പോൾ ഡൗൺ ആയിട്ട് പോയി. പക്ഷെ അപ്പോഴും നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, നമുക്ക് നമ്മളെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കും. നമുക്ക് ഇത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഗവൺമെന്റ് സർവീസ് എന്നല്ല, ഏതൊരു ഫീൽഡാണെങ്കിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നതാണെന്ന് നമുക്ക് ബോധ്യമാകുകയാണെങ്കിൽ നമ്മൾ എഫേർട്ട് തീർച്ചയായിട്ടും തുടരണം. ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷെ ആൻസർ അത്ര സിമ്പിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കർ സക്സസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എടപ്പാളിൽ നിന്നും ഷിജിനാണ്. ഷിജിൻ ഇപ്പം കഴിഞ്ഞ നമ്മുടെ സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് മെയിൻ ലിസ്റ്റിൽ 50ാമത്തെ റാങ്ക് ഹോൾഡർ ആണ് കേട്ടോ. ഷിജിനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സക്സസ് ഇസ് നെവർ ആൻ ആക്സിഡന്റ് എന്നുള്ളത് കൃത്യമായിട്ട് അർത്ഥവത്താക്കുന്ന ഒരു വ്യക്തിയാണ് ഷിജിൻ. അപ്പം നമുക്ക് ഷിജിനിലേക്ക് തന്നെ പോവാം, കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്. ഷിജിൻ, വെൽക്കം. ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഷിജിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? ഹലോ, എൻ്റെ പേര് ഷിജിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്ന് വരുന്നു. കാലടിയാണ് സ്വദേശം. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. കുറ്റിപ്പുറം MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഗ്രാജുവേറ്റഡായി. എൻ്റെ വീട്ടിലിപ്പോൾ എനിക്കൊരു അനിയനുണ്ട്. അയാൾ അഡ്വക്കേറ്റ് ആണ്. പിന്നീട് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നെ എനിക്കൊരു അങ്കിളുണ്ട്. പിന്നെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഷിജിൻ ബിടെക് ആണ് അല്ലേ? ബിടെക് ഏത് വർഷമായിരുന്നു? 2020-ലാണ്. ഓക്കെ, അതിനുശേഷം നേരെ PSC പഠനത്തിലേക്ക് വരുമായിരുന്നോ ചെയ്തേ, അതോ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ 3 വർഷത്തിൽ കൂടുതൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, 3 വർഷം വർക്ക് ചെയ്തു. ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു? അതെ. ഓക്കെ, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയി 3 വർഷം വിപ്രോയിലായിരുന്നു അല്ലേ? വിപ്രോയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം PSC പഠനത്തിലേക്ക്. എന്തുകൊണ്ടാണ് PSC പഠനത്തിലേക്ക് വരണം എന്ന് തോന്നി? എന്തുകൊണ്ടാണ്? എനിക്ക് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് വരണം എന്നുള്ളൊരു. +2 പഠിക്കുന്ന സമയത്ത് തന്നെ, കരിയറിനെ കുറിച്ച് സമയത്ത് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ +2-ന് ശേഷം ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാം എന്നൊരു തീരുമാനമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യുകയും പിന്നീട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴിയാണ് എനിക്ക് ഈ ഒരു ജോബ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു വർക്കിൻ്റെ കൂടെ ഫ്രീ ടൈമിൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനം അന്നുണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞു. ഞാൻ ഒരു പ്രൊജക്ട് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പ്രൊജക്റ്റിൽ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റിലീസായ സമയത്ത് ഞാൻ തീരുമാനിച്ചു കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ വർക്ക് ചെയ്യുന്നതിനൊപ്പം പഠിക്കുന്നുണ്ടായിരുന്നു? കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ എഴുതിയിരുന്നു. ചില എക്സാംസിനൊക്കെ പ്രിലിംസ് ക്ലിയർ ചെയ്തു, പക്ഷേ മെയിൻ ലിസ്റ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനം എടുത്തു, ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഏത് വർഷമായിരുന്നു അപ്പം കമ്പനിയിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി PSC പഠനം എന്ന ട്രാക്കിലേക്ക് വന്നത്? ഞാൻ 2024 അവസാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷനിലേക്ക് കടന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസിനായിരുന്നു 2025 ജൂൺ മാസത്തിലായിരുന്നു എൻ്റെ പ്രിലിംസ് വന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ UPSC കൂടി നോക്കുന്നുണ്ടായിരുന്നു, UPSC പ്രിപ്പറേഷൻ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ UPSC പറയുമ്പോൾ എല്ലാ ഒരു മദർ ഓഫ് ഓൾ എക്സാംസ് എന്ന പോലെ ഇതിൻ്റെ സിലബസ് എല്ലാം പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനമാണ് അന്ന് എടുത്തിരുന്നത്. അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പം UPSC നിന്ന് തുടങ്ങി, പിന്നെ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് നിൽക്കുകയാണ്. പ്രതീക്ഷിച്ചു 50 റാങ്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ഈ ഒരു മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം ഒരു ഡിസ്കഷൻസ് ഒക്കെ ഇതുവരെ ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് ഗ്രൂപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു 100-നുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്രയും കോമ്പറ്റീഷൻ ഉള്ളതാണ് നമ്മൾ ഒട്ടും 50-ലേക്ക് വരുന്നൊക്കെ ഒരു പ്രതീക്ഷിച്ചില്ല. അതൊരു എന്നാലും നമ്മൾ ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ ഒരു 100-നുള്ളിൽ വരാണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സോ ഒരുപാട് സന്തോഷം. ഓക്കെ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ ഡേയ്സ്? എന്തൊക്കെയായിരുന്നു ഷിജിൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ്? പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഒരു എക്സാമിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സിലബസ് 2 പേപ്പറാണ് ഉണ്ടായിരുന്നത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ൻ്റെ ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ UPSC ആയിക്കോട്ടെ എല്ലാ കോമ്പറ്റീവ് എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കോമൺ ആണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി UPSC പ്രിലിംസ് പഠിച്ചുകൊണ്ട് തന്നെ പേപ്പർ 1 ഏകദേശം കയ്യിൽ നമ്മൾ ഒരു മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ പേപ്പർ 2ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എൻ്റെ ഡിഫറെൻ്റ് ആയ ടോപ്പിക് ആയിരുന്നു ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്കുകളൊക്കെയാണ്. അപ്പോൾ അതിനൊരു അതൊന്നും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അതേസമയം പേപ്പർ 1 നമ്മുടെ കയ്യിൽ വിടാൻ പാടില്ല. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, അതിനനുസരിച്ചിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യായിരുന്നു പേപ്പർ 1ഉം പേപ്പർ 2ഉം വെച്ചിട്ട്. ഞാൻ മെയിനായിട്ട് ടെസ്റ്റുകളാണ് തവണ കൂടുതൽ ഫോക്കസ് ചെയ്തത്. മാക്സിമം ടെസ്റ്റുകൾ എഴുതുക, അതായത് എക്സാംസ് എഴുതുക, മാക്സിമം ടെസ്റ്റസ്, മാക്സിമം പറ്റുന്നത്രോളം ടെസ്റ്റ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാന്നൊരു സ്ട്രാറ്റജിയാണ് സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തത്. ഓക്കെ, അത് സക്സസ്ഫുൾ ആയി കാരണം അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു റിവിഷൻ സ്ട്രാറ്റജീസ്? റിവിഷൻ സ്ട്രാറ്റജീസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓരോ ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മാക്സിമം ഞാൻ ഓൺലൈനായിട്ടാണ് വീട്ടിൽ നിന്നിട്ടാണ് അതെല്ലാം നോക്കിയിരുന്നത്. അപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് അവൈലബിൾ ആണ് റിസോഴ്സസ്. അപ്പോൾ ഞാൻ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഈ പരമാവധി ലെക്ചേഴ്സ് കാണുക, ആ ലെക്ചേഴ്സ് ഒന്ന് പഠിക്കുക, അതിനുശേഷം അതിനെ ടെസ്റ്റ് എടുക്കുക. ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് സോഴ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഈ ടെസ്റ്റ് എടുക്കുക എന്നാണ് ഏറ്റവും ചെയ്ത പരിപാടി. അത് ഒരു പരിധിവരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടും കൂടെയാണോ അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തത്? അത് പക്ഷേ ഞാൻ ഇതിന് മുമ്പത്തെ ഞാൻ ക്ലിയർ ചെയ്യാതെ പോയ 2 പ്രധാനപ്പെട്ട PSC പരീക്ഷകളുണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു മെയിനായിട്ടൊരു എനിക്കാണ് തോന്നിയത് കുറച്ചും കൂടി ടെസ്റ്റുകൾ എടുക്കണമായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കന്ന് തോന്നി. പിന്നെ ഞാൻ ഈ കുട്ടികളെ മുന്നിൽ ക്വിസ് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഈ പല കാര്യങ്ങളും ഈ ലേണിംഗ് നടക്കുന്നത് ക്വിസിലൂടെയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻസ് ചെയ്യാം, തെറ്റുന്നത് പഠിക്കാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തത്. വർക്കൗട്ടായി തോന്നുന്നു. വർക്കൗട്ടായല്ലോ. ഓക്കെ, അപ്പം പ്രിലിംസിൻ, അതായത് 2024 ശേഷമാണ് പഠനം തുടങ്ങിയത്. 2025 ഡിഗ്രി പ്രിലിംസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ഡിഗ്രി പ്രിലിംസ് നമ്മുടെ ഏപ്രിൽ മെയ് ആ സമയങ്ങളിലായിട്ടാണ് നടന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഡിഗ്രി പ്രിലിംസ് മാത്രമാണോ ഫോക്കസ് ചെയ്തത്, അതോ മെയിൻസും കൂടി പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു? അല്ലെങ്കിൽ മെയിൻസിൻ്റെ പേപ്പർ 1നെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു ഡെപ്തും കൂടി കൺസിഡർ ചെയ്തിട്ടാണോ പഠിച്ചത്? ആക്ച്വലി ഞാൻ ഇതിൻ്റെ പ്രിലിംസ് സമയം വരെ പേപ്പർ 1 മാത്രമേ നോക്കിയിരുന്നുള്ളൂ. പേപ്പർ 2നെ കുറിച്ച് ഞാൻ അപ്പോൾ നോക്കിയിരുന്നില്ല. പേപ്പർ 1 ആയിരുന്നു. ഇതിൻ്റെ ഈ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസ് ജൂണിലായിരുന്നു. ജൂൺ സമയത്തായിരുന്നു, ഓർമ്മ ശേഷം ജൂണിലായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ പേപ്പർ 1 മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഞാൻ പേപ്പർ 2 നോക്കാൻ തുടങ്ങിയത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ പേപ്പർ 1ത്തെ ടോപ്പിക്കുകൾ ഞാൻ വിട്ടിരുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ടെസ്റ്റുകൾ ഞാൻ എടുത്തിരുന്നു. പേപ്പർ 2 ടെസ്റ്റ് എടുത്തു. സമയം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കൂടുതൽ ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക. ലെക്ചേഴ്സ് കുറെ കാണാണ്ടായിരുന്നു. ഇപ്പോഴും ഫുൾ സിലബസ് കംപ്ലീറ്റ് ആയി വെച്ചാൽ എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാറില്ല. സ്റ്റിൽ കുറെ ബാക്കി ഉണ്ടായിരിക്കാം. പക്ഷെ ആ ടൈം ടേബിളിൽ ഇപ്പോൾ ഒരുപാട് സോഴ്സുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ടെസ്റ്റുകൾ എടുക്കുക, വീഡിയോ കാണുക, ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തു. ഇപ്പോൾ കുട്ടികൾ നമ്മളോട് എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലായാലും ഷിജിൻ അറിയാവുന്ന പോലെ തന്നെ നമ്മളോട് എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നൊരു കാര്യമാണ്, എത്ര സമയം പഠിക്കണം? ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, എത്ര സമയം ഞങ്ങൾ പഠിക്കണം ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് എത്താൻ? വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എപ്പോഴും നമ്മൾ ലൈവുകൾ എടുക്കുമ്പോഴായാലും വെബിനാർ എടുക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. സോ ആസ് ആൻ ആസ്പിരൻ്റ് ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യന് ഷിജിൻ എങ്ങനെ ഉത്തരം പറയും? ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷെ ആൻസർ അത്ര സിമ്പിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഉണ്ടായിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് ആസ്പിരൻസ് ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു സെക്രട്ടറി ടെസ്റ്റിന് കഴിയെടുക്കുകയാണെങ്കിൽ എനിക്ക് സമയം, ഞാൻ വർക്ക് ചെയ്യാത്ത സമയത്താണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ടൈം ഓൾറെഡി കൺസ്ട്രെയിൻ ആണ്. നമുക്ക് മെയിൻസിന് തീരെ സമയമില്ല. എന്നാൽ പോലും ഒരു ദിവസം വേറെ ഇതിനായിട്ട് ചിലവഴിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അതിനനുസരിച്ചിട്ട് പഠിക്കുക ചെയ്തിരുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ 2 മണിക്കൂർ മാത്രം പഠിക്കുന്നവരുണ്ട്, 1 മണിക്കൂർ മാത്രം പഠിക്കുന്നവരുണ്ട്. പക്ഷെ പഠിക്കുന്ന സമയം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ എഫേർട്ട് ഇടാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയാൻ പറ്റുക. ഓരോരുത്തർ രീതിയിലാണ്. ഷിജിൻ എത്ര നേരം പഠിച്ചിരുന്നു? ഞാൻ ആക്ച്വലി ആ ടോപ്പിക്ക് കഴിയുന്നവരെ, അതായത് ഒരു ദിവസത്തെ ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, അത് കഴിയുന്നവരെ
ഫോക്കസ്ഡ് ആയിട്ട് തന്നെ അത് കഴിയുന്നവരെ ഫോക്കസ് ആയിട്ട് പഠിക്കുക, ടെസ്റ്റ് എടുക്കുക, ഉം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രീ ടൈമും ഞാൻ എൻജോയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ടൈം ടേബിൾ ഉണ്ടാവും, അതിലത്തെ ടോപ്പിക് കഴിഞ്ഞാൽ മാത്രം പഠിക്കും. ബാക്കിയുള്ള സമയങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഓക്കെ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ടൈം ഉണ്ടായിരിക്കില്ല. വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അതിനുള്ള ടൈം കിട്ടില്ല. ഏതായിരുന്നു ഷിജിന്റെ ഒരു സ്ട്രെങ്ത് ഏരിയ, ഏതായിരുന്നു വീക്ക്നെസ് ഈ ഒരു പരീക്ഷ സബ്ജക്ട്സിൽ? സബ്ജക്ട്സിന് സ്ട്രെങ്ത് ഹിസ്റ്ററി, പൊളിറ്റി വിഷയങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് കരുതുന്നതും ഈ രണ്ട് വിഷയങ്ങളാണ്, ഹിസ്റ്ററി, പൊളിറ്റി ഒക്കെയാണ്. വീക്ക്നെസ് ആയിട്ട് എനിക്ക് വരുന്നത് കുറച്ചും കൂടി എക്കോണമി, ജിയോഗ്രഫി. ഇത് രണ്ടും കുറച്ചും കൂടി കൺസെപ്റ്റ് തിയറി കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്രട്ടറി ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്കോണമിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതും കേരള എക്കോണമി, ഇന്ത്യൻ എക്കോണമി രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ചലഞ്ച് തന്നെയായിരുന്നു. അത് പഠിക്കുക. ഞാൻ കൂടുതലും ഈ ഒരു പരീക്ഷയ്ക്ക് സെക്രട്ടറി ടെസ്റ്റിന് കൂടുതൽ ഫോക്കസ് കൊടുത്തത് ആ എക്കോണമി പഠിച്ചെടുക്കാനായിരുന്നു. എക്കണോമിക്കാണ് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം ഇത് രണ്ടും കേരള എക്കോണമി പറഞ്ഞത് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഞാൻ ഇതിനു മുമ്പ് ഒരു പരീക്ഷയ്ക്ക് പോലും പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ അത് പഠിച്ചെടുക്കായിരുന്നു ചലഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു, നമ്മൾ പേപ്പർ അനാലിസിസ് കണ്ടപ്പം കട്ട് ഓഫിൽ കയറുമെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ തന്നെ മെയിൻസ് പഠനം സ്റ്റാർട്ട് ചെയ്തോ? എന്തായിരുന്നു അവിടെ എടുത്ത സ്ട്രാറ്റജി? ഞാൻ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ സമയത്ത് കട്ട് ഓഫിനെ കുറിച്ച് ഇവിടെ ആശങ്കകൾ ഉണ്ടായിരുന്നു. അതെ, കട്ട് ഓഫ് കൂടും എന്നൊക്കെ തരത്തിലുള്ള ചർച്ച ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഏകദേശം നോക്കിയപ്പോൾ സേഫ് ആണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു ഒരു റേഞ്ച്? ഒരു 60 മേലെ ഉണ്ടായിരുന്നു. 61 സംതിങ് കറക്റ്റ്. അപ്പോൾ ഈ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഈ കട്ട് ഓഫ് സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ കട്ട് ഓഫ് കുറച്ച് കൂടി ഉയരുമോ അങ്ങനത്തെ തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്രൂപ്പുകളിൽ. പക്ഷെ ഞാൻ മെയിൻസിൻ്റെ പഠനം പ്രിലിംസ് കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കൂടെ സ്റ്റാർട്ട് ചെയ്തു. കാരണം അധികം സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്ന വരെ പേപ്പർ 1 നോക്കിയിരുന്നത്. പേപ്പർ 1 ഇപ്പോൾ ഓൺലൈനായിട്ട് മാക്സിമം ക്വിസുകളൊക്കെ ഓൺലൈനായിട്ടുള്ള ടെസ്റ്റുകൾ കുറേ അവൈലബിൾ ആയിരുന്നു. അത് ആ സമയത്ത് നോക്കി. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷമാണ് പേപ്പർ 2 പഠനം നോക്കിയത്. പക്ഷെ അത് നന്നായി ഇപ്പോൾ തോന്നുന്നു. കാരണം വെച്ചാൽ അന്ന് പേപ്പർ 1 ഏറെക്കുറെ ഈ പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഈ പേപ്പർ 2 നമ്മൾ പുതിയ ടോപ്പിക് പഠിക്കുമ്പോൾ പേപ്പർ 1 നമ്മൾ പലപ്പോഴും മിസ്സാക്കും. അതൊരു പ്രശ്നമാണ് 2 പേപ്പറുള്ള സമയത്ത്. ഞാൻ ഈ റിസൾട്ട് വരുന്ന ഒരു ടൈമിൽ പേപ്പർ 1 മാത്രം നോക്കിയോണ്ട് അത് കയ്യിൽ നിന്നു. പിന്നെ പേപ്പർ 2 പിന്നീടുള്ള സമയത്തൊക്കെ പഠിച്ചെടുത്തു. പക്ഷെ മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം പഠിച്ചെടുത്തു. ആ ഷെഡ്യൂൾ മാത്രം ഫോളോ ചെയ്തിട്ട് ടെസ്റ്റുകൾ ഇങ്ങനെ മാക്സിമം. സോ ആസ് എ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമ്മുടെ വരാൻ പോകുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എന്താണ് ഷിജിന് പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു 5 ടിപ്സ് പറയാൻ പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക? നമ്മളിപ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്നെ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷയല്ല. ഇതിനു മുമ്പ് ഞാൻ 2-3 തവണ പ്രിലിംസ് ക്ലിയർ ചെയ്യും, മെയിൻസ് ക്ലിയർ ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്യാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ വരുത്താൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ആലോചിച്ചിട്ട് ആ കറക്ഷൻ വരുത്താൻ ശ്രമിച്ചിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. ഇവാലുവേഷൻ ആൻഡ് കറക്ഷൻ ആണ് ആദ്യത്തെ ടിപ്പായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മളെ മോട്ടിവേഷൻ തന്നെ നമുക്ക് ഡൗൺ ആയി പോകുന്ന ചില മൊമെന്റ്സ് ഉണ്ടാകും. ചില റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര വരാത്ത സിറ്റുവേഷൻ ഉണ്ട്, നമ്മളെ മോട്ടിവേഷൻ ഇപ്പോൾ ഡൗൺ ആയിട്ട് പോയി. പക്ഷെ അപ്പോഴും നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, നമുക്ക് നമ്മളെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കും. നമുക്ക് ഇത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഗവൺമെന്റ് സർവീസ് അല്ല ഏതൊരു ഫീൽഡ് ആണെങ്കിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നതാണെന്ന് നമുക്ക് ബോധ്യമാകുകയാണെങ്കിൽ നമ്മൾ ആ എഫേർട്ട് തീർച്ചയായിട്ടും തുടരണം. അതിന് റിസൾട്ട് ഉണ്ടാകുന്നതാണ് എനിക്ക് ഇതിന്ന് ചെറിയൊരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്രയും കാലത്തെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക ചെറിയൊരു അനുഭവം എനിക്ക് മനസ്സിലാവണം. അതാണ് ഈ റിസൾട്ട് എനിക്ക് മനസ്സിലായതാണ്. ഷിജിന്റെ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു അച്ചീവ്മെന്റ് യു ഡിസേർവ് ഇറ്റ്. അത് വലിയൊരു പോയിന്റ് ആണ്. ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ യു ഡിസേർവ് ദിസ് ഇൻ ഓൾ ആസ്പെക്ട് അല്ലേ? അപ്പം രണ്ടാമത്തത് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നു. മൂന്നാമത് എന്താ പറയാനുള്ളത്? മൂന്നാമത് ഒരുപാട് ക്രൈസിസുകൾ പക്ഷെ നമ്മുടെ ലൈഫിൽ വന്നേക്കാം. ഈ ഒരു ജേണിയിൽ ഒരുപാട്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് ക്രൈസിസ് ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഈ ഒരു പീരീഡിലാണ്. പക്ഷേ അത്തരം നഷ്ടങ്ങൾ സത്യമായിട്ട് നമ്മൾ ഡൗൺ ആക്കി കളയും. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു വരേണ്ടതാണ്. കാരണം അങ്ങനെ നമ്മൾ ഇതൊരു ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ കോമ്പറ്റേറ്റീവ് വേൾഡിൽ അങ്ങനെ നമുക്ക് ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ ഈ ഒരു PSCയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ PSC കൂടുതലും MCQs ആണല്ലോ, നമ്മൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ
എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ക്വിസുകൾ ഒരുപാട് പങ്കെടുത്തിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ക്വിസുകൾ ഒരുപാട് പങ്കെടുത്തിരുന്നു. അതാണ് ഒരു ബേസ് ആയിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നു. അന്ന് അമ്മയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതായിരിക്കും എന്നെ സഹായിച്ചത്. ഇന്ന് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സഹായിച്ചത് പക്ഷേ അതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ഉണ്ടായിരിക്കാം. ഇപ്പോൾ പലരും ക്വിസുകൾ പങ്കെടുത്ത ആളുകളുണ്ടായിരിക്കാം. ഓരോരുത്തർക്ക് ഓരോരോ വ്യത്യസ്ത ടാലൻറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഈ PSC ക്ലിയർ ചെയ്യാൻ മാക്സിമം ടെസ്റ്റുകൾ ആസ് മച്ച് ആസ് പോസിബിൾ എടുക്കുക എന്നാണ്. ഒരുപാട് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ സോഴ്സസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ അത് സ്മാർട്ടായിട്ടൊന്നും കുറച്ചും കൂടി യൂസ് ചെയ്യണം. ഒരു പ്രോപ്പർ ടെസ്റ്റുകൾ ചെയ്യുക. ഒരു 5th ടിപ്പായിട്ട് എന്താ പറയാൻ പറ്റുക? പിന്നെ ഒരു 5th ആയിട്ടുള്ളത് റിവിഷനാണ്. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് കണ്ടന്റ് നമ്മൾക്കുണ്ട് അവൈലബിൾ ആയിട്ട്. നോട്ട്സ് ആയിക്കോട്ടെ, ലെക്ചേഴ്സ് ആയിക്കോട്ടെ, ഇന്ന് ഒരുപാട് കണ്ടന്റ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം അത് റീവിസിറ്റ് ചെയ്യുന്നുണ്ട്, അത് റിവൈസ് ചെയ്യുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതൊരു പരീക്ഷയിലായിക്കോട്ടെ. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചിട്ട് എഴുതുന്ന ഒരു രീതിയാണ് നമുക്ക് അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ അവലംബിച്ചിട്ടുണ്ടാക്കുക. പക്ഷെ ഇവിടെ ഈ ഒരു PSC പോലത്തെ UPSC പോലത്തെ പരീക്ഷകളൊക്കെ മാക്സിമം റിവിഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മനസ്സിൽ നിൽക്കണം. അതിന് ഒന്ന് മാക്സിമം ടെസ്റ്റുകൾ എടുക്കുക, അല്ലെങ്കിൽ ഈ ലെക്ചർ കണ്ട ലെക്ചർ തന്നെ വീണ്ടും കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ഒന്ന് നോട്ട്സ് എങ്കിലും റിവൈസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പരീക്ഷയ്ക്ക്. എൻ്റെ രീതി ഞാൻ കൂടുതലും ലെക്ചേഴ്സ് കണ്ട് അതൊന്ന് പഠിക്കുക, അങ്ങനത്തെ രീതിയാണ് എനിക്ക് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ടെസ്റ്റ് എടുക്കുക, ഇത് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും വർക്ക് ആകുന്നുണ്ടാവുക. എന്തായാലും റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യം വന്ന കുറച്ച് സമയങ്ങളാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിന് ഇൻ്റർവ്യൂസിന് പ്രാധാന്യം കൂടി വരുന്നു അല്ലേ? നമ്മൾ എങ്ങനെയായിരുന്നു ഷിജിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ അവിടെ ഷിജിൻ്റെ അടുത്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? ഇൻ്റർവ്യൂ സ്റ്റേജ് വളരെ പ്രധാനപ്പെട്ട സ്റ്റേജ് തന്നെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ അറ്റൻഡ് ചെയ്യുന്ന 2ാമത്തെ ഇൻ്റർവ്യൂ ആണത്. ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള MNC ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ശേഷം അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണത്. സ്വാഭാവികമായിട്ട് അധികം ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് എടുത്തിരുന്നു. ഇപ്പോൾ CCയുടെ തന്നെ ഞാൻ ഓൺലൈനായിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ആസ് മച്ച് എസ് മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുക എന്ന് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ സ്റ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന് അപ്പുറം PSC കുറച്ചും കൂടി ഫാക്ച്വലായിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മൾ മറ്റ് കാൻഡിഡേറ്റ്സുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടും അവർ ഫാക്ച്വലായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ആ സമയത്ത് പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. ഇനിയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് രീതിയിലാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഇൻ്റർവ്യൂ വെച്ചത്. അപ്പോൾ ഇൻ്റർവ്യൂ ഒരേ സമയം നിങ്ങളെ പേഴ്സണാലിറ്റി തന്നെ അവർ അസസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ജോലിക്ക് ഗവൺമെൻറ് സർവീസിന് ഒരു എലിജിബിൾ ആണോ എന്നാണ് മെയിനായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മെയിനായിട്ട് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് സ്ട്രാറ്റജി ആയിട്ടുള്ളത്. ഓക്കെ, ഇൻ്റർവ്യൂസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഷിജിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്? ഇൻ്റർവ്യൂ എന്നെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗവൺമെൻറ് സർവീസിലുമായിട്ടുള്ള എൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ അവിടുത്തെ ഏതൊക്കെ ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ടുണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ കൂടുതലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഈ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു വർക്കും ഇപ്പോഴത്തെ ഗവൺമെൻറ് സർവീസിലും അത് തമ്മിലുള്ള ഒരു കണക്ഷൻ, അതായത് അവിടെ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ ഇവിടെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. കൂടുതലും ഫാക്ച്വൽ ആയിരുന്നു. കാരണം ഈ ക്യാബിനറ്റ് എന്താണ്, അങ്ങനത്തെ കുറച്ചും കൂടി ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരുന്നത്. GK കറണ്ട് അഫയേഴ്സ് അങ്ങനെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നോ? കറണ്ട് അഫയേഴ്സ് അങ്ങനെ ചോദിച്ചിരുന്നില്ല. ഫാക്ച്വൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള അതുമായി ലിങ്ക് ചെയ്തിട്ട് പിന്നെ ഈ സർവീസ് ഈ ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടാണ് ചോദിച്ചത്. അവർ മെയിനായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നോക്കുന്നത്. അത് ഈ ജോബിന് എത്രത്തോളം ഫിറ്റാണ് അത് വെച്ചിട്ടുള്ള ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ജോബിൻ്റെ നമ്മൾ എക്സ്പീരിയൻസും ഈ ഒരു സർവീസിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ആവുന്നത്, അതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇനി ഒരു PSC ഉദ്യോഗാർത്ഥി കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുറച്ച് ചെറിയ നാൾ മുതലേ ഈ ഒരു കാര്യത്തിലേക്ക് എയിം ചെയ്ത്, അച്ഛൻ സർവീസിലായിരുന്നു അല്ലേ? അപ്പം അവിടെ നിന്ന് ഇത്രയും എയിം ചെയ്ത് വന്നതാണ്. ആസ് എ പേഴ്സൺ എന്തൊക്കെ ഹാബിറ്റ്സ് ഒരു PSC ഉദ്യോഗാർത്ഥി കൾട്ടിവേറ്റ് ചെയ്യണം? ഷിജിൻ എന്തൊക്കെ ഒരു ഹാബിറ്റ്സിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയ കുട്ടികളുടെ ക്വിസ് മത്സരങ്ങൾ പങ്കെടുത്തിരുന്നു. അതിന് അമ്മയാണത് പ്രോത്സാഹിപ്പിച്ചത്, അതിൽ പങ്കെടുക്കാൻ മാക്സിമം. അപ്പം ഞാൻ അന്നൊക്കെ വെച്ചാൽ ഈ ഒരു ജനറൽ നോളേജ്
ഇപ്പം എന്തെങ്കിലുമൊക്കെ ക്വിസുകളായിട്ട് കൂടെ പുസ്തകങ്ങളൊക്കെ അമ്മ വായിച്ചു തരും, ഞാൻ അതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനത്തെ ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ അമ്മ അത് വായിച്ചു തരും, ഞാൻ അത് കേട്ടിരിക്കും. പിന്നീടാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് മാക്സിമം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതൊക്കെ അതിന് ശേഷമാണ്. ഈ ക്വിസുകളാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നെ കുറച്ചും കൂടി ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഇത്തരം മത്സരങ്ങളാണ്. അപ്പൊ അത്തരം മത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ അത് നമ്മൾ വിജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക അപ്പുറം, മത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ തന്നെ ആ തെറ്റിയ ക്വസ്റ്റ്യൻ നമ്മൾ മറക്കില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അതായിരിക്കും ഒരു പക്ഷേ എന്നെ ഇതിലേക്ക് എത്തിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഒരു ഹാബിറ്റ് അതായിരുന്നു. എന്നാലും ഒരു ഉദ്യോഗാർത്ഥി ബേസിക്കലി എങ്ങനെ അവരുടെ ഈ ഒരു കുറച്ച് ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ PSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും പത്രം വായിക്കുക തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഹാബിറ്റ്. പത്രം വായിച്ചാൽ നമുക്ക് ന്യൂസ് അറിയാം, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം, കറണ്ട് അഫയേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് PSC പരീക്ഷകൾ നോക്കുമ്പോൾ അതിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 വിഷയങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏകദേശം 50 മാർക്കോളമാണ് ഈ ഒരു 3 സബ്ജക്റ്റ് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഒരു ഇമ്പോർട്ടൻസ് PSC പഠിക്കുന്ന വിദ്യാർത്ഥി പ്രത്യേകിച്ചും ഈ 3 വിഷയങ്ങളിൽ കാര്യമായ എഫേർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും PYQs ആണ്. അതായത് നമ്മൾ അതിൻ്റെ പാറ്റേൺ നമുക്ക് അത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പാറ്റേൺ ഉണ്ട് മലയാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ചില പര്യായ പദങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്. അത് PYQയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കാരണം അത്രയും വൊക്കാബുലറി ഭയങ്കര ആയതുകൊണ്ട് അത് കുറച്ച് സ്മാർട്ടായിട്ടുള്ള അപ്രോച്ചാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും എടുക്കേണ്ടത്. മാത്സിലും അങ്ങനെ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നൊരു അപ്രോച്ച് എടുക്കണം. അത് ഈ PSC ആണ്, ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമുകളാണ്. അതിപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിൽ ശരി ഈ 3 വിഷയങ്ങൾക്ക് PSCയിൽ മലയാളം ഉണ്ട്, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇംഗ്ലീഷ്, മാത്സ് വളരെ നിർബന്ധമാണ്. അതെന്തായാലും പഠിച്ചേ പറ്റൂ. ഒരു ബേസിക്കലി നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുക, പത്രം വായിക്കുക, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി സമയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ഫൗണ്ടേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് ഒരു സക്സസ്ഫുൾ ആസ്പിറൻ്റ് ആണ്, എന്നാലും കുറച്ച് മിസ്റ്റേക്സ് തീർച്ചയായിട്ടും നമ്മൾക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട്. ഒരു PSC ഉദ്യോഗാർത്ഥി സ്വാഭാവികമായിട്ടും വരുത്താവുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഷിജിൻ്റെ പഠനത്തിൽ ഷിജിൻ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയും? ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ കുറയ്ക്കുന്നത് ഒരു നല്ലൊരു ഹാബിറ്റായിട്ട് തോന്നുന്നില്ല. ടെസ്റ്റുകൾ മാക്സിമം എടുക്കണം. പലരും ലെക്ചേഴ്സ് ഒരുപാട് കാണും. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്, ലെക്ചേഴ്സ് ഒരുപാട് കണ്ടു. ടെസ്റ്റ് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ല റിവൈസ് ചെയ്യാതിരിക്കാൻ വേണ്ട ഒരു തെറ്റ് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ട് ടെസ്റ്റ് എടുക്കണം പറഞ്ഞാൽ PSC ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് അത് PSC ഏത് കോമ്പറ്റീവ് എക്സാമിന് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, MCQs പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്താൽ മാത്രമേ നമുക്കത് ഈ പഠിച്ച കാര്യം എക്സാം ഹാളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ടെസ്റ്റ് എടുക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്ന സ്ട്രാറ്റജി. എല്ലാവരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനലി എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ഉള്ള ഈ ഒരു യാത്ര? തീർച്ചയായും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ അറ്റൻഡ് ചെയ്ത മോക്ക് ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതൊന്ന് കുറച്ചും കൂടി നമ്മുടെ ഹരിത മിഷൻ, അങ്ങനത്തെ ഹരിത കേരള മിഷൻ പോലത്തെ കേരള മിഷനുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആയിട്ടുള്ള ഒരുപാട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഇൻ്റർവ്യൂസിൽ ചോദിച്ചിരുന്നു. അത് ഞാൻ കുറച്ചും കൂടി എന്നെ ഒന്ന് റീതിങ്ക് ചെയ്തു. ഞാൻ ഈ ഫൈനൽ സ്റ്റേജിൽ പോണതിൻ്റെ മുമ്പ് ഒന്നും കൂടി ഈ മിഷൻസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് കുറച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ BTech കഴിഞ്ഞിട്ട് ഏകദേശം 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലമല്ല, 2020 പാസ് ഔട്ട് ചെയ്തത്. ഏകദേശം 6 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ കുറേ തിയറി ടോപ്പിക്കുകൾ മറന്നിരുന്നു. പക്ഷേ അതൊന്നും കൂടി ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു അവയർനെസ് എനിക്ക് കിട്ടി. അത് തീർച്ചയായിട്ടും എൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഫൈനൽ ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ മാക്സിമം മോക്ക് എടുക്കുന്ന നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂസിലോട്ട് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂ, ഷിജിനോടൊപ്പമുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഷിജിൻ വന്നൊരു വഴിയും ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലവും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഡിസേർവ്സ് എ ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ഒരാളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർവീസിലേക്ക് കയറും, ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സിസിയുടെ ഭാഗമായതിലും സിസിക്ക് ചെറിയൊരു പങ്ക് ഈ ഒരു വിജയത്തിൽ വഹിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണണം. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ, ഇനിയും അടുത്തടുത്ത പഠനങ്ങളിലേക്കൊക്കെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും വിജയങ്ങളുണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.
സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്.